നാച്ചുറൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മളുടെ കൈമുട്ടിനുണ്ടാകുന്ന കറുപ്പ് നിറം, അതുപോലെ തന്നെ കാൽമുട്ടിനുണ്ടാകുന്ന കറുപ്പ് നിറം, നമ്മുടെ കഷത്തിലുള്ള കറുപ്പ് നിറം, ഇതിനൊക്കെ നല്ലൊരു മരുന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കഴുത്തിലും, അതായത് കഴുത്തിനുണ്ടാകുന്ന ചില ആളുകളിലൊക്കെ കൂടുതലായിട്ടും കഴുത്തിനൊക്കെ കറുപ്പ് നിറം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹോം റെമഡിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. മിക്ക ആളുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കൈയുടെ മുട്ടിനൊക്കെ നല്ലപോലെ കറുത്ത നിറവും അതുപോലെ തന്നെ നല്ലപോലെ തഴമ്പൊക്കെ വന്നിട്ടൊക്കെ ഇരിക്കുന്നത്. കൂടുതലായിട്ടും ഇരുന്നുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളിലായിരിക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. അപ്പം ഇത് മാറ്റുവാനായിട്ടുള്ള നല്ലൊരു മരുന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ ഇന്ന് തേച്ചു ഇന്ന് വൈകിട്ടുകൊണ്ട് മാറുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്താണ് എന്നുള്ളത്. വീഡിയോ കാണുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. നമ്മൾ വീഡിയോ ഇടുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അത് ഓണാക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന്. നമുക്ക് ഈ മിശ്രിതം തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ തേനോ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് മൂന്നും നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇത് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളമാക്കാനായിട്ട് പാടില്ല, കാരണം ഇതിൻ്റെ ആ ഒരു തരി നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളമാക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു മീഡിയം രീതിയിൽ നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു നാരങ്ങ നടുകെ മുറിച്ചിട്ട് നമ്മൾ ഈ മിശ്രിതം അതിലേക്ക് ചേർക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ആ മിശ്രിതം ആ നാരങ്ങയിൽ കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൈമുട്ടിന് അല്ലെന്നുണ്ടെങ്കിൽ കഷത്തിലോ കഴുത്തിലോ കാൽമുട്ടിലോ നമുക്കിതുപോലെ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യാനുള്ള സമയത്ത് നിങ്ങൾ കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഇത് രാത്രിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ടും നല്ലത്. ഇത് കണ്ടിന്യൂ ആയിട്ട് ഒരാഴ്ച നിങ്ങളൊന്ന് അടുപ്പിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും. ഓയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് 3-ൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം എൻ്റെ പേര് ലിജോ മല്ലശ്ശേരി. നൗ സൈനിങ് ഔട്ട്. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരാം. താങ്ക് യു.